ഈ കാണുന്ന പിഗ്മെന്റഡ് ലിപ്സ് ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും നേരിടുന്ന പ്രശ്നം. ഇത് ഡീകൺസ്ട്രക്റ്റിന്റെ ബ്രൈറ്റനിങ് ലിപ് ബാം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ പറയുന്ന ബ്രൈറ്റനിങ് ലിപ് ബാം വിത്ത് 1% വിറ്റമിൻ സി ആൻഡ് 0.1% റിസോസനോൾ. സംഭവം തന്നെ ലിപ്പ് ബ്രൈറ്റ് ആക്കുന്നതിന്റെ കൂടെ തന്നെ സൺ പ്രൊട്ടക്ഷനും തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. എന്താണെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞത് സയന്റിഫിക്കലി നോക്കുവാണെങ്കിൽ ദിസ് ആക്ച്വലി മേക്ക് സെൻസ്. വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ മെലനിൻ പ്രൊഡക്ഷനെ സ്ലോ ഡൗൺ ചെയ്യും, വിച്ച് ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് പിഗ്മെന്റേഷൻ. റിസോസിനോൾ ആണെങ്കിൽ ഒരു ടൈറോസിനസ് ഇൻഹിബിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ എക്സസ് പിഗ്മെന്റേഷനെ ടാർഗറ്റ് ചെയ്ത് കുറയ്ക്കാൻ സഹായിക്കും. ഈ ഒരു സാധനത്തിൽ എനിക്ക് ജെനുവിൻലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൽ SPF 50 ഉണ്ട്. അത് മാത്രമല്ല ഇത് ഇൻ വിവോ ടെസ്റ്റഡ് ആണ്. സൺ എക്സ്പോഷർ ആക്ച്വലി പിഗ്മെന്റേഷൻ വരാനുള്ള ഒരു കാരണമാണ്. സോ ലിപ്പിലെ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രൈറ്റനിങ് ലിപ് ബാംസ് വാങ്ങുമ്പോൾ ഇതേപോലെ SPF കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞതെല്ലാം ആക്ച്വലി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് യൂസ് ചെയ്ത ഒരാളെന്ന നിലയിൽ എന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിങ്ങനെ നല്ല ഗുഡുഗുളു എഫക്റ്റിൽ കിട്ടും. അതായത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. ബ്രൈറ്റ്നസിന്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഞാൻ അതിന് മാത്രം ടൈം ഇത് യൂസ് ചെയ്തിട്ടില്ല. ഒരു അറ്റ്ലീസ്റ്റ് 3 to 6 അല്ലെങ്കിൽ 8 വീക്സ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ബ്രൈറ്റനിങ്ങിന്റെ ഒക്കെ കാര്യത്തിൽ എന്തെങ്കിലും വിസിബിൾ ചേഞ്ചസ് കാണാൻ തുടങ്ങത്തുള്ളൂ. കൂടെ തന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുവാണ്, കുറയ്ക്കാൻ പറ്റുന്ന പിഗ്മെന്റേഷൻ ആണെങ്കിൽ കുറയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസിലുണ്ട്. ഇത് മാറ്റി തരും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. നമ്മളിത് ഇച്ചിരി തിക്ക് ആയിട്ടുള്ള ലെയർ ആയിട്ടാണ് ഇടുന്നതെങ്കിൽ ചില സമയത്ത് എനിക്ക് ഇച്ചിരി വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ചുണ്ടിന് വേണ്ടതേ ഇടുന്നുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇച്ചിരി വൈറ്റ് കാസ്റ്റ് പോലെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് റോസാപ്പൂ പോലത്തെ ചുണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് നടക്കത്തില്ല. പകരം നല്ല ഹൈഡ്രേഷൻ, നല്ല സൺ പ്രൊട്ടക്ഷൻ, നല്ല സോഫ്റ്റ്നെസ്, ഗ്രാജുവൽ ആയിട്ട് നിങ്ങളുടെ കുറയ്ക്കാൻ പറ്റുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനാണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇവൻ കറക്റ്റ് ആണ് നിങ്ങൾക്ക്. അപ്പൊ എന്താണെങ്കിലും ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി വാങ്ങാം.